എന്ന് വിചാരിച്ചു. അങ്ങനെ സർപ്രൈസ് ആയിട്ട് വന്നൊരു കേക്കാണ് ഈ കേക്ക്. ഓക്കെ, അപ്പോൾ ഈ കേക്കും ബിജു ബ്രോന്റെ വകയാണ്. അതായത് നമ്മുടെ ലൈവിൽ വരുന്ന ബിജു മേനോൻ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രോ. അതായത് അവര് മുംബൈയിലാണ് ആളുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഓർഡർ ചെയ്ത കേക്കാണ് ഈ ഒരു കുഞ്ഞു കേക്ക്. സർപ്രൈസ് ആയിരുന്നു കേട്ടോ, ഭയങ്കര സർപ്രൈസ് ആയി പോയി. ഞാൻ എന്തിനാ ഇതിലൊന്നും മീനുകുട്ടീനെ പോയി വാങ്ങിച്ചു. ഈ ഡ്രസ്സും ബിജു ബ്രോയുടെ തന്നെ ഗിഫ്റ്റാണ്. അപ്പോൾ ഇപ്രാവശ്യം മീനുകുട്ടി ഇനി അത് വായിക്കൂ കേട്ടോ, ഉറക്കെ വായിക്കണം. ഹലോ, we make tasty food for you. If you like it, please rate us out of 5 star on the app and share with your friends. Thank you, Chef Nisha. യാ, മീനുകുട്ടിയുടെ കേക്ക് ഉണ്ടാക്കിയത് ഷെഫ് നിഷയാണ്. Yes. കേക്ക് മേക്കിംഗ്. Cake maker. യാ, കേക്ക് മേക്കർ. അപ്പോൾ ഇനി മീനുകുട്ടി കേക്ക് കട്ട് ചെയ്യാൻ പോകുന്നു. ഒരു മിനിറ്റ്, ഞാൻ അവിടെ തുറന്ന് അടുത്ത് പോയി കാണിച്ചു തരാം. കേക്കിൻ്റെ നല്ല ക്യൂട്ട് ബോക്സ് ഓപ്പൺ ചെയ്യാൻ പോകണം കേട്ടോ. വാവ്, വാട്ട് എ ബ്യൂട്ടി. സൂപ്പറായിട്ടുണ്ട്, കണ്ടോ? കേക്ക് അൺബോക്സിംഗ് സൂപ്പറാണ്. കേക്ക് അൺബോക്സിങ് സൂപ്പറാണ്. എന്താണെന്നറിയോ, കേക്ക് അൺബോക്സിങ് മീനുകുട്ടി ചെയ്തതുകൊണ്ടല്ല. സൂപ്പർ, അടിപൊളി കേക്ക്, സൂപ്പർ കേക്ക്. ഇതാ പേരൊന്നും എഴുതിയിട്ടില്ല, പേര് ഇത് അപ്പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. ഇനി ഞാൻ തിരിഞ്ഞ് അങ്ങനെ ആകൂതാ. இதான கேக்கு. குட்டீஸ் அனைவருக்கும் வணக்கம். நம்மளோட டோனர் ரேணுகா மேடம்க்கு நம்ம எல்லாருமே சேர்ந்து ஒரு ஹாய் சொல்லாமா குட்டீஸ்? ரேணுகா மேடம் அவங்களுடைய டாட்டர் தர்ஷினி, அவங்களோட பர்த்டே முன்னிட்டு நம்ம காப்பகத்துக்கு உணவுக்காக ஒரு பெரிய சப்போர்ட் பண்ணி கொடுத்து நம்மளுக்கு பசியும் ஆட்டிருக்காங்க குட்டீஸ். இது உண்மையிலேயே மிகப்பெரிய கான்ட்ரிபியூஷன். ரொம்ப ரொம்ப நன்றி மேடம். மெனி மோர் ஹேப்பிடன்ஸ் ஆஃப் த டே தர்ஷினி. இந்த நாள் போல் வரும் எல்லா நாட்களில் சந்தோஷமாக இருக்குன்னு சொல்லியும் எல்லாம் வல்ல இறைவன் அருளும் தர்ஷினி அவங்களுக்கும் ரேணுகா மேடம் அவங்களுக்கும் அவங்க குடும்பத்தினருக்கும் அவங்க ஃப்ரெண்ட்ஸுக்கும் மனப்பூர்வமாக கிடைக்கணும். உடல் ஆரோக்கியத்துடன் நீண்ட ஆயுளுடன் நலமுடன் செல்வப்பணம் இருக்குன்னு சொல்லி நம்ம எல்லாருமே சேர்ந்து கடவுள்கிட்ட ப்ரேயர் பண்ணிக்கலாம். இன்றைக்கி தர்ஷினி அவங்க பர்த்டே இல்லையா, நம்ம எல்லாருமே சேர்ந்து ஒரு பர்த்டே விஷ் பண்ணுவோம் குட்டீஸ். അപ്പോൾ ഇന്നിപ്പോൾ എല്ലാത്തിനും ശേഷമാണ് ഞാൻ ഇൻട്രോ എടുക്കുന്നത്. ഇന്ന് നമ്മുടെ മീനുകുട്ടിയുടെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ കുഞ്ഞൊരു കേക്ക് കട്ടിങ് ചെറുതായിട്ട് രീതിയിൽ ഇവിടെ മാത്രം വെച്ചോട്ട് കുഞ്ഞൊരു കേക്ക് കട്ടിങ് ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെ അതാണ് വീഡിയോ. അപ്പോൾ എല്ലാവരും നേരെ പോയിട്ട് വീഡിയോ കണ്ടിട്ട് ഓടി വരാം. ദൈവമേ, എല്ലാവർക്കും നല്ല ബുദ്ധി കൊടുക്കണേ. ഇതാ മീനുകുട്ടി രാവിലെ എഴുന്നേറ്റ് വിളക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും നല്ല ബുദ്ധി കൊടുക്കണേ എന്ന് പറയാം. ഓക്കേ, അവിടെ അതാ ബർത്ത്ഡേ ഗേൾ നിൽക്കുന്നുണ്ട്. ബർത്ത്ഡേ ഗേൾ എവിടെ നോക്കട്ടെ? ബർത്ത്ഡേ ഗേളിനെ എങ്ങനെയുണ്ട് ഡ്രസ്സ്? എല്ലാവരും അഭിപ്രായം പറയൂ. ബർത്ത്ഡേ ഗിഫ്റ്റ് ഡ്രസ്സ് എങ്ങനെയുണ്ട്? അതവിടെ രേണു ചീത്ത പറയണം ഞങ്ങളെ. അത് തൊടില്ല, അതാണ് ഞാൻ പറഞ്ഞില്ലേ തൊടില്ലെന്ന്. വെരി ഗുഡ് തങ്കമ്മേ, നോക്ക്. എങ്ങനെയുണ്ട് ഡ്രസ്സ്? എങ്ങനെയുണ്ട്? മീൻകുട്ടി കുറേ നേരമായിട്ട് റെഡിയായിട്ട്. ഞാൻ റെഡിയാവാൻ സമയമായി, അതായത് ഞാൻ കുളിക്കാൻ റെഡിയാവാനൊന്നുമില്ല. പിന്നെ അതവളുടെ തങ്കമ്മ അപ്പുറത്തുണ്ട്, നമ്മുടെ അണ്ണാൻ കുഞ്ഞ്, അതാണ് അവൾ പറയുക. പിന്നെ ഇന്നലെ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വന്നു. പക്ഷേ നമുക്ക് വീഡിയോ അത് ഞാൻ ഫ്രണ്ടിൽ വന്നിട്ട് പറയാം. ഇപ്പോൾ നിങ്ങൾക്കൊരു ഇതുണ്ട്, അത് ഞാൻ പറയാം. ഞാനും ക്യാമറയുടെ മുന്നിൽ വരട്ടെ അല്ല മിനിമ? അപ്പോൾ നമ്മൾ നമ്മൾ ഇപ്രാവശ്യം വന്നിട്ട് ഷോളാണ് ഇവിടെ കിടന്ന് വഴിയുന്നത് ടേബിളിൻ്റെ മേലെ. ഓക്കെ, നമ്മൾ ഇപ്രാവശ്യം വന്നിട്ട് കേൾക്കുന്നുണ്ടോന്നല്ല, നമ്മൾ ഇപ്രാവശ്യം വന്നിട്ട് ബർത്ത്ഡേ അറിയാലോ നമ്മുടെ സിറ്റുവേഷൻ. അതുകൊണ്ട് തന്നെ ബർത്ത്ഡേൻ്റെ ഒരു ഇതിപ്പോൾ ഇവിടെ നിൽക്കട്ടെ. ഇതാണ് എനിക്ക് അടുത്തുള്ള സൂപ്പറാണ്. ഓക്കെ, അവിടെ ഇരിക്കുന്നത് കാരണം നമ്മളും ഇരിക്കാം അങ്ങനെ. അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം വന്നിട്ട് അമ്മേ പൊട്ടു ഞാൻ ചുമ്മാ ഒന്ന് ചാടി നമ്മളെ. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം കേക്കോ അങ്ങനത്തെ എന്തായാലും അവളുടെ മനസ്സ് വിഷമിപ്പിക്കണ്ടെന്ന് കരുതി ചിലപ്പോൾ ചെറുതായിട്ട് വെട്ടുമില്ലെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞാൽ അങ്ങനെ വിചാരിച്ചതായിരുന്നു. കയ്യിന് ശരിയല്ലേ, അതുകൊണ്ട് വേണ്ടെന്ന് വിചാരിച്ചതാണ്. അങ്ങനെ കുച്ച താഴത്ത് വീഴുമെന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ വീണാലും വീഴും, അതുകൊണ്ട് പിടിക്കുന്നില്ല. അപ്പോൾ എന്താ പറയുക, ഇന്നിപ്പോൾ മാർച്ച് 19 മീനുകുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത്. ഓക്കെ,
ഇന്നലെ മീനുക്കുട്ടിയുടെ നക്ഷത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ഇന്നലെ ചൊവ്വാഴ്ച നക്ഷത്രം വന്നു, പിറന്നാളായിട്ട് നമ്മൾ എടുക്കുമല്ലോ നാട്ടിലൊക്കെ. ഇന്ന് മാർച്ച് 19-ാം തീയതി മീനുക്കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് 2 ദിവസം മുന്നേ നമ്മളുടെ ഫാമിലി മെമ്പറായ നമ്മുടെ ഫാമിലിയിലോട്ട് പുതിയതായിട്ട് വന്ന ഒരാളുണ്ടായിരുന്നു. പുതിയതായിട്ട് കുറച്ച് മാസങ്ങളായിട്ട് ആക്റ്റീവായിട്ടുള്ള ഒരാളുണ്ട്. അപ്പോൾ എന്താ പറയുക, ലൈവിലും അവർ ഒരുപാട് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ്. എല്ലാവർക്കും ഇപ്പോൾ പറയുമ്പോൾ ഏകദേശം പിടുത്തം കിട്ടിയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു, അല്ലെങ്കിൽ പിടി കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. എന്തത് പിടി കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. പന്നീരെടുത്ത് കഴിക്കുന്നു തുറന്നു വെച്ചിട്ട്. അപ്പോൾ എന്താ പറയുക, പിടുത്തം കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ എന്നോട് 2 ദിവസമായിട്ട് എടുത്തിങ്ങനെ അഡ്രസ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അഡ്രസ്സ് വേണമെന്ന്. അപ്പോൾ നമുക്ക് അത്രത്തോളം പരിചയമില്ല നമ്മളായിട്ട്. അപ്പോൾ ഓൾറെഡി നമ്മുടെ നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്പർ ചോദിച്ചു, നമ്പറിൽ മെസ്സേജ് അയച്ചു, അഡ്രസ്സ് തരൂ ചേച്ചി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ചുമ്മാ ഇങ്ങനെ പോയിട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ശരി എന്ന് പറഞ്ഞു. അങ്ങനെ അഡ്രസ്സ് കൊടുത്തപ്പോൾ മീനുക്കുട്ടിക്ക് ഇന്നലെ രാവിലെ ഞാൻ എഴുന്നേറ്റ് ചായ കുടിച്ചിട്ടുണ്ട്. ഒരു കോൾ വന്ന സമയത്ത് സുഖി എന്നാണ് മേഡം എന്ന് പറഞ്ഞു. ഞാൻ ഏഴുന്നിടത്ത് ഞാൻ ഒന്നും ബുക്ക് ചെയ്തിട്ടില്ലല്ലോ, എൻ്റെ നമ്പർ കൊടുത്ത് ഞാൻ ഒന്നും ബുക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് സ്വിഗ്ഗിന്നോ ഞാൻ എന്താണ് ഞാനൊന്നും ഓർഡർ ചെയ്തിട്ടില്ലോ എന്ന് പറഞ്ഞു. കേക്കാണ് എന്ന് പറഞ്ഞു. രേണുമ്പോൾ വീഡിയോ ഓണാണ് നോക്ക്, കേക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് എന്താ അത് എന്ന് വിചാരിച്ചു. അങ്ങനെ സർപ്രൈസ് ആയിട്ട് വന്നൊരു കേക്കാണ് ഈ കേക്ക്. ഓക്കെ, അപ്പോൾ ഈ കേക്കും ബിജു ബ്രോന്റെ വകയാണ്. അതായത് നമ്മുടെ ലൈവിൽ വരുന്ന ബിജു മേനോൻ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രോ. അതായത് അവർ മുംബൈയിലാണ് ആളുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഓർഡർ ചെയ്ത കേക്കാണ് ഈ ഒരു കുഞ്ഞു കേക്ക്. സർപ്രൈസ് ആയിരുന്നു കേട്ടോ, ഭയങ്കര സർപ്രൈസ് ആയി പോയി. ഞാൻ എന്തിനാ ഇരുന്ന് കുട്ടിയെ പോയി വാങ്ങിച്ചു. ഈ ഡ്രസ്സും ബിജു ബ്രോയുടെ തന്നെ ഗിഫ്റ്റാണ്. അപ്പോൾ ഇപ്രാവശ്യത്തെ ഗിഫ്റ്റ് മീനുവിന് ബിജു അങ്കിളിൻ്റെ വകയാണല്ലോ മീനു. അപ്പോൾ ഇത് സർപ്രൈസ് ആയിരുന്നു നമുക്ക്. അങ്ങനെ ഡ്രസ്സും കേക്കും കൂടെ ബിജു ബ്രോയുടെ ഇതായിരുന്നു. ഓക്കെ, ഹാർട്ട് തരുന്നുണ്ട്. അങ്ങനെ ആളിപ്പോൾ ചെന്നൈയിൽ വന്നിട്ടുണ്ട്. അവരുടെ ഓഫീസ് സംബന്ധമായ വർക്കിനായിട്ട് ജോലിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ 2 days ആയി. അപ്പോൾ പറ്റിയാൽ കാണണമെന്നുണ്ട്, നിങ്ങളുടെ മുന്നോട്ടും കാണിച്ചു തരണമെന്നുണ്ട് ആ ഒരു നല്ല മനസ്സിൻ്റെ ഉടമയായ വ്യക്തിയെ. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഇതല്ലേ നടക്കുന്നത്. ഇതിനു മുന്നേ നമുക്കൊരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞ് വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പ്രാവശ്യം കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ പ്രാവശ്യം എന്നുള്ള സ്വീറ്റ് ബോക്സ് ഒന്നും ഇതുപോലെ വന്നിട്ടുണ്ടായിരുന്നു. അത് തമിഴൊരു സബ്സ്ക്രൈബർ ഫാമിലി മെമ്പേഴ്സ് നമുക്ക് സ്വീറ്റ് അയച്ചിട്ടുണ്ടായിരുന്നു. ദീപാവലിക്ക് സ്വീറ്റ് ആയിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ പോലെ തോന്നുന്നു, കറക്റ്റായിട്ട് ഓർമ്മയില്ല. അങ്ങനെ ഒരു ഇതിപ്പോൾ 2ാമത്തെ ഗിഫ്റ്റാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു ഹെഡ്സെറ്റ് അങ്ങനെ എന്തോ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഗിഫ്റ്റാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാതെ നമ്മളെ തേടി ഇന്നലെ വന്നൊരു ഗിഫ്റ്റായിരുന്നു ഈ ഒരു ഗിഫ്റ്റ്. ഒരുപാട് സന്തോഷം തോന്നി. ഒരുപാട് സന്തോഷത്തിലുപരി എന്താ പറയുക, എന്തായാലും പറയാം സന്തോഷത്തിൽ ബഹുമാനല്ല, ഒരു എന്താ പറയാ, നമുക്ക് ഒരു ഇത് വരുമ്പോൾ എന്തൊരു കുഞ്ഞിതായതാലും. അപ്പോൾ ഈ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന ലുക്കല്ല, കാണുമ്പോൾ എങ്ങനെ തോന്നുന്നു അങ്ങടാ. നല്ല റേറ്റ് ഉണ്ട് കേട്ടോ, നല്ല റേറ്റ്. അതിൻ്റെ വില കണ്ട് ഞാൻ തന്നെ ബോധം കിട്ടും ചില ഈ ദൈവമേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ 2 ഗിഫ്റ്റും ബിജു ബ്രോടാണ് കേട്ടോ. അങ്ങനെയാണ് എന്ത് പറയാനുള്ളത് ബിജു ബ്രോനോട്. അങ്ങനെ പിന്നെ അതുമല്ലാതെ എന്താ പറയുക, ഒരുപാട് പേര് കേട്ടോ, ഒരുപാട് പേര് വിഷ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒരുപാട് പേര് വിഷ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഒരുപാട് നന്ദി അല്ല മീനുമാ. പിന്നെ വേറെ എന്താണ്, അതേപോലെ മീനുവിന് ഇപ്പൊ നമ്മുടെ ഇടയിൽ കുറച്ചായിട്ട് വാച്ചിയുടെ ഇടയിൽ വന്ന് കയറി വന്നിട്ടുണ്ട് നമ്മുടെ വിനിച്ചേട്ടൻ, തൃശ്ശൂരുള്ള വിനിച്ചേട്ടൻ വിനോദ് മേനോൻ. വിനിച്ചേട്ടനും അതുപോലെ തന്നെയാണ് മീനുവിന്റെ ഇന്നലെ വിളിച്ച് നമ്മൾ വിളക്കത്ത് ചോറൊക്കെ കൊടുക്കുന്ന രീതിയുണ്ട് നമ്മുടെ നാട്ടിൽ. കുഞ്ഞിന് പിറന്നാളിൻ്റെ അന്ന് എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്. നമ്മൾ അതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്നലെ അങ്ങനെ ചെയ്യാൻ പറഞ്ഞു. നമ്മളിന്നലെ ഇവിടെ ഉണ്ടായിരുന്നില്ല, പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. ചുമ്മാ ഒന്ന് പുറത്ത് പോയിട്ടുള്ളൂ, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ചെയ്യാൻ പറ്റിയില്ല. കുഞ്ഞിന് ഒഴിഞ്ഞിടണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവർക്ക് വേണ്ടിയിട്ട് അമ്പലത്തിൽ പോയിട്ട് എന്താ പറയുക വഴിപാടുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലും ഒത്തിരി എന്താ പറയുക നന്ദി അല്ലേ പറയൂ അങ്കിൾ. വിഷ് ചെയ്ത് എല്ലാവർക്കും അല്ലേ, എല്ലാവരും. അപ്പൊ അതൊക്കെ നമുക്ക് ഒരു ദൈവാനുഗ്രഹം തന്നെയാണ്. ഇപ്രാവശ്യത്തെ എന്താന്ന് പറഞ്ഞാ മീനുക്കുട്ടിയുടെ ഇപ്രാവശ്യത്തെ ഈ വർഷത്തെ, അതായത് ഇപ്പൊ 11 വയസ്സ് അല്ലേ ഡീറ്റണമ്മ, 11 അപ്പോൾ ആ 11 വയസ്സിലത്തെ ഈ ഒരു വർഷം എന്താ പറയാ നല്ലൊരു വർഷമായി തോന്നുന്നു. ഭയങ്കര ലക്കി ഗേളായിട്ട് തോന്നുന്നു. അല്ലെങ്കിൽ അവൾ ഭയങ്കര ലക്കി ഗേളാണ് കേട്ടോ. എല്ലാം നമുക്ക് ഒരിക്കലും ദൈവത്തിന്റെ പറഞ്ഞിട്ടില്ലേ, നമുക്ക് അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് കിട്ടിയ ആളായത് കൊണ്ട് തന്നെ ദൈവത്തിന്റെ നല്ല അനുഗ്രഹമുള്ള ഒരു കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ
അവൾ ചോദിക്കാതെ പല സാധനങ്ങളും അവിടെ തേടി എത്തുന്നുണ്ട്. അത് പലരും പറയുന്നുണ്ട് അങ്ങനെ ഒരു അനുഗ്രഹമുള്ള കുട്ടിയാണ്, സത്യമാണ്, നമുക്ക് നമുക്ക് തോന്നി. അതിന് പല കാര്യങ്ങളും നമുക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. സന്തോഷവും തോന്നി, പിന്നെ അതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ വിഷമങ്ങളും നമുക്ക് തോന്നി. നമ്മൾ കാണുകയോ ഒന്നും ചെയ്യാത്ത ആൾക്കാർ നമുക്ക് വേണ്ടി ഇത്രയും ഇതുണ്ടല്ലോ എന്ന് കരുതുന്നത് നമ്മളുടെയൊക്കെ എവിടേക്കോ എന്തൊക്കെയോ ആണെന്നൊക്കെ ഒരു തോന്നിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എന്താ പറയുക, ആ ഒരു ചെറിയൊരു ഇത് കൂടെ നമുക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഉണ്ട്, ആരും ഇല്ലെന്ന് വിചാരിക്കുന്ന ആൾക്കാരൊക്കെ ദൈവമായിട്ട് കുറച്ച് ആൾക്കാരെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് കുറേ ആൾക്കാരുള്ളത് പോലെ ഫീലിംഗ് അങ്ങനെയൊക്കെ ഉണ്ട് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മീനുകുട്ടിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു അല്ലേ? പറയൂ എന്താണെന്ന്. ഞാൻ വീഡിയോ പറയൂ, കുറച്ച് ഉറക്കെ പറയാ. വേറെന്താ പറയാനുള്ളത്? വിഷ് ചെയ്ത എല്ലാവർക്കും, അതുപോലെ മിനി ആൻറ്റി, മിനി ചേച്ചി, എല്ലാവരും കേട്ടോ, അച്ചുമേമ, എല്ലാവർക്കും, സന്ദീപ്, അങ്ങനെ ഒരുപാട് പേര് വിഷ് ചെയ്തിട്ട് എല്ലാവരും പേരെടുത്ത് പറയുന്നില്ല എന്നുള്ളൂ. എല്ലാവർക്കും ഒത്തിരി 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 നന്ദിയുണ്ട്. പിന്നെ അപ്പോൾ ഇന്നലെ നമ്മൾ ചുമ്മാ പോയതാട്ടോ, ചുമ്മാ ഒന്ന്, അതായത് ഇന്നലെ ഇവിടെ നമ്മൾ അമ്പലത്തിൽ പോകുന്ന വീഡിയോ എടുത്തിട്ടുണ്ട് ഞാൻ. അത് തനിയെ ഇടാം, ഇത് തനിയെ ഇടാം. അതിൻ്റെ ഇൻട്രോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല, അതുകൊണ്ട് അത് തനിയെ ഇത് തനിയെ ഒരു വീഡിയോ ഇടാം. ചുമ്മാ പോയതാണ്. ചുമ്മാ പറഞ്ഞാൽ അമ്പലത്തിൽ പോയിട്ട് വന്നു. മൊത്തത്തിൽ നമ്മളൊരു മൂഡ് ഓഫ് ആണ്, അധികം നമ്മളൊന്നും പുറത്തോട്ടൊന്നും പോകാത്തതുകൊണ്ടേ. അപ്പം നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ ചുമ്മാ ശരി അമ്പലത്തിൽ പോയിട്ട് വന്ന സമയത്ത് അമ്പലത്തിൽ പോകുമ്പോൾ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു. അത് ഞാൻ ഇതിൻ്റെ കൂടെ പറയും, ഇതിൻ്റെ കൂടെ പറയുന്നില്ല, ഇന്നത്തെ ഇതിൻ്റെ കൂടെ ഇതിൻ്റെ പോട്ടെ. അപ്പോൾ സർപ്രൈസ് തന്ന ആൾക്ക് ഒത്തിരി ഒത്തിരി നന്ദി. നോക്കട്ടെ, പറ്റിയിട്ടുണ്ടെങ്കിൽ ആളെ ഞാൻ നിങ്ങളുടെ മുന്നോട്ട് വീഡിയോ വഴിയോ കാണിക്കാൻ പറ്റുക, കാണിക്കാം. ആളുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ കാണിക്കാം. ഇതിപ്പോൾ ഞാൻ പെർമിഷൻ ചോദിച്ചിട്ടാണ് പേര് പറയുന്നത്. ചില ആൾക്കാർ പറയും പേര് പറയരുതെന്ന് പറയുമല്ലോ. അപ്പോൾ ഞാൻ ഓൾറെഡി ബ്രോഡ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പേര് പറയട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ പറഞ്ഞോളാം, പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പറഞ്ഞതാണ്. അപ്പോൾ ഇത് ഇന്നത്തെ ഈ കുഞ്ഞിൻ്റെ മീനുടെ ഡ്രസ്സും ബർത്ത്ഡേ ഡ്രസ്സും കേക്കും നമ്മുടെ ബിജു ബ്രോയുടെ ഗിഫ്റ്റാണ് കേട്ടോ. ഒത്തിരി ഒത്തിരി നന്ദി, താങ്ക് യു സോ മച്ച് ബ്രോ. അപ്പോൾ നമുക്ക് എന്തായാലും ആരുമില്ല, സഞ്ജു സ്കൂളിൽ പോയിരിക്കുകയാണ്. പിന്നെ രേണുമ അവളുടേതായിട്ട് ജോലികൾ ചെയ്യണം. അപ്പം കുഞ്ഞു കേക്ക് അവൾ മാത്രമായിട്ട് കുഞ്ഞിതായിട്ട് കട്ട് ചെയ്തിട്ടേ വിചാരിച്ചു, കാരണം നമ്മുടെ സിറ്റുവേഷൻ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും കുഞ്ഞിതായിട്ട് നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. കിട്ടുമ്പോൾ നോക്കട്ടെ, നോക്കൂ. ഞാൻ ഇന്നലെ വന്നപ്പോൾ തന്നെ കേക്കൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കുകയൊക്കെ ചെയ്തിട്ടാണ്. പക്ഷെ ഇന്നലെ കട്ട് ചെയ്തില്ല, ഇന്ന് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ലൊരു ക്യൂട്ട് ബോക്സ് ഒക്കെ ആക്കിയിട്ട് നല്ല രസത്തിലേക്കാണ്. നമ്മുടെ ഇവിടുത്തെ ഇവിടുന്നാണെന്നോ അടുത്ത് വരും എല്ലാം വരും, അതിലെന്താണ്. അപ്പം അങ്ങനെ നല്ല രസമാണ് കേട്ടോ, ക്യൂട്ട് ബോക്സ്. കേക്ക് ഇങ്ങനെ തുറന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് അതുപോലെ തന്നെ അടച്ചു വയ്ക്കുകയും ചെയ്തു, അത് വേറെ കാര്യം. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ മീനുകുട്ടി തന്നെ ഓപ്പൺ ചെയ്യട്ടെ. അതിലേക്ക് വരെ. ഓക്കെ, മീനുകുട്ടി ഇനി അത് വായിക്കൂ കേട്ടോ, ഉറക്കെ വായിക്കണം. Hello, we made tasty food for you. If you like it, please rate us out of 5 stars on the app and share with your friends. Thank you, Chef Nisha. മീനുകുട്ടിയുടെ കേക്ക് ഉണ്ടാക്കിയത് ഷെഫ് നിഷയാണ്. കേക്ക് മേക്കർ. കേക്ക് മേക്കർ. അപ്പോൾ ഇനി മീനുകുട്ടി കേക്ക് കട്ട് ചെയ്യാൻ പോകുന്നു. ഒരു മിനിറ്റ്, ഞാൻ അവിടെ തുറന്ന് അടുത്ത് പോയി കാണിച്ചു തരാം. കേക്കിൻ്റെ നല്ല ക്യൂട്ട് ബോക്സ് ഓപ്പൺ ചെയ്യാൻ പോകണം കേട്ടോ. വാവ്, വാട്ട് എ ബ്യൂട്ടി. സൂപ്പർ ആയിട്ടുണ്ട്, കണ്ടോ? കേക്ക് അൺബോക്സിങ് സൂപ്പറാണ്. കേക്ക് അൺബോക്സിങ് സൂപ്പറാണ്. എന്താണെന്നറിയോ, കേക്ക് അൺബോക്സിങ് മീനുകുട്ടി ചെയ്തതുണ്ടല്ലോ, സൂപ്പർ അടിപൊളി കേക്ക്, സൂപ്പർ കേക്ക്. ഇതാ പേരൊന്നും എഴുതിയിട്ടില്ല, പേര് ഇത് അപ്പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. ഇനി ഞാൻ തിരിഞ്ഞ് അങ്ങനെ ആവൂതാ. ഇതാണ് കേക്ക്, സൂപ്പറല്ലേ? ഇനി ഞാൻ അപ്പുറത്ത് വരാം. ഇതാ ഹാപ്പി ബർത്ത്ഡേ മീനുകുട്ടി. ഓക്കെ, സൂപ്പർ. ഓക്കെ, ഇതാ ഓക്കെ, കട്ട് ചെയ്യൂ. കഴുത്ത് ഇവിടെ തീപ്പെട്ടി എടുത്തിട്ട് വരുമോ? ഓക്കെ, മീനുകുട്ടി ഇതാ. അപ്പോൾ ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ. ഊതു മീനുമ, നീ ഊതിക്കോ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു മീനുകുട്ടി. ഇതെടുക്കായിരുന്നില്ലേ? അത് അപ്പടിയേ ഇരിക്കട്ടെ ഒന്ന്. അങ്കിളിനെ ഇഷ്ടപ്പെട്ടു മീനുവിന്. ആണോ? വാവ്, വാട്ട് എ ബ്യൂട്ടി.
സൂപ്പർ 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 സൂപ്പർ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ദോഷം വന്നു കഴിഞ്ഞു. കാരണം ഫസ്റ്റ് പനീരെടുത്ത് കഴിച്ചപ്പോൾ അതിന് ചീത്ത വന്നു. കണ്ട തിന്നാതെ പോയിനെ, അതാണ് സാധനം. അങ്ങോട്ട് പാടി അവൾ അപ്പം അങ്ങോട്ട് പോകും. വേണ്ട ഇതേണ് ചീത്ത പറഞ്ഞു. ചോദിക്കാതെ എന്തിനാണ് മതി മതി. ഇങ്ങോട്ട് പോരൂടെ, ഇങ്ങോട്ട് പാടി പോപ്പത്തി. അമ്മയ്ക്ക് കൊടുക്കും. അല്ലെങ്കിൽ അമ്മയുടെ കൈ മാത്രം കാണിച്ചു തരാം. അമ്മ ബാക്കിലാണ്, അതുകൊണ്ടാണ് അമ്മയ്ക്ക് കൊടുത്ത് പറ്റുന്നത്. We made a tasty cake. സൂപ്പർ ആയിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അതിന് നമ്മൾ ഫാമിലി ദിവസം എല്ലാവരും കൊണ്ട് കേട്ടോ. അതെടുത്തേക്ക് വീമ ഇതാ വരും കൈ വിടാം. വെയിറ്റ് பண்ணுங்க guys. ഓക്കേ വാங்க എല്ലാവരും വാங்க. എല്ലാവരും താങ്ക്സ്. എല്ലാവരും കൊടുക്കായിരുന്നു. കഴിച്ചോളൂ. നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും ഇതാ കേക്ക് എടുത്തോളൂ. ഓടി വരൂ. അതിപ്പോൾ താഴത്തെ പൊട്ടിക്കും. ഓക്കെ, എങ്ങനെയുണ്ട് കേക്ക്? സൂപ്പർ ആയിരുന്നു കേട്ടോ, അടിപൊളി കേക്ക്. നിഷ താങ്ക് യു സോ മച്ച്. അല്ലേ, നന്നായിട്ടുണ്ട്, അടിപൊളി, സൂപ്പർ. ഓക്കെ, 5 സ്റ്റാർ ഇടണം. ഓക്കെ, സൂപ്പറായിട്ടുണ്ട് അല്ലേ, ഇഷ്ടപ്പെട്ടാ? വെരി ടേസ്റ്റി. ഓക്കെ, അത് എന്താ അവിടെ മുറിച്ച് ഇതാക്കണമെന്ന് കഴിക്കണം. അപ്പോൾ ഓക്കെ, ഇനി എന്താണ് ബിജു അങ്കിളിനോട് സ്പെഷ്യൽ താങ്ക് യു പറഞ്ഞോളൂ. ഞാൻ കഴിക്കട്ടെ അങ്കിളെ, എന്നിട്ട് താങ്ക് യു പറയാമെന്നാണ് പറയണത്. അതായത് ഡ്രസ്സിലാവല്ലേ. ഡ്രസ്സിൻ്റെ വില കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ബോധം കെട്ട് വീഴും. അത്രയും വിലയുണ്ട്. എന്താണെന്നറിയോ? എല്ലാവർക്കും ഓക്കെ, ഇനി ഞാൻ കഴിക്കട്ടെ അല്ലേ. അങ്ങനെ ഓക്കെ, ഒരു ഫോട്ടോ എടുക്കാൻ മറന്നുപോയി ഗായ്സ്. കേക്കിൻ്റെ ഫോട്ടോ എടുക്കാൻ മറന്നു വിട്ടത്. അപ്പോൾ വേറെന്താണ്? ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. നല്ല ടേസ്റ്റ് ഉണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കേക്ക് കട്ട് ചെയ്യാൻ പഠിക്കണം. ഞാൻ പഠിച്ചിട്ട് വരാവേ. ഇങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ട്. വാട്ട് എ ബ്യൂട്ടി. സൂപ്പർ. ഓക്കെ, ഇനി എന്താ പറയാനാ മിനിമ? എല്ലാവരും താങ്ക്സ്. ഡാൻസ് കൊടുത്തു. എല്ലാവരും വരാനാണ് മിനിമ. ഓക്കെ, കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താ പറയുക, ഒരുപാട് നന്ദി, ഒരുപാട് സന്തോഷമുണ്ട്, അതിൽ ദുഃഖമുണ്ട്. ദുഃഖം എന്ന് പറഞ്ഞാൽ മീൻസ് നമ്മുടെ ഇന്നലെ മീൻകുട്ടിയിലെ അമ്പലത്തിൽ പോകുന്ന സമയത്ത് അപ്പൂപ്പിൻ്റെ ഓർമ്മ വന്നു. എന്നിട്ട് പറഞ്ഞു എനിക്ക് എന്താ പറയുക, അപ്പൂപ്പനുണ്ടെങ്കിൽ വിഷയമായിരുന്നു എന്ന് പറഞ്ഞ് വിഷമിച്ചിട്ടോ. കാരണം അവളുടെ മനസ്സിൽ അത് പോയി കിടക്കുന്നുണ്ട്, അതാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് നമ്മളൊന്നും ചെയ്തിട്ടില്ല. ഇന്ന് നോർമൽ ഒന്നുമില്ല കേട്ടോ, ഒന്നുമില്ല. പിന്നെ കുട്ടിയല്ലേ, ഇങ്ങനെ കേക്ക് ഇതായത് കൊണ്ട് തന്നെ നമ്മളൊരു എന്താ പറയുക വിഷു ഇതാ ചെയ്തിട്ട് അവളെ കൊണ്ട് തന്നെ കട്ട് ചെയ്തിട്ട് ചുമ്മാ ഒരു വീഡിയോ എടുക്കാമെന്ന് ചോദിച്ചാൽ അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ്. ഉള്ളിൻ്റെ ഉള്ളിലൊക്കെ ഒരു വിഷമമുണ്ട്. കാരണം ഒരു വർഷം കൂടെ ആയിട്ടില്ലല്ലോ. എത്ര വർഷങ്ങളായാലും നമ്മുടെ മനസ്സിൽ നിന്ന് അത് മാഞ്ഞു പോകില്ല. ഈ സന്തോഷത്തിൻ്റെ ഇടയിൽ ഈ ഒരു ദുഃഖം പറയുന്നത് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. പക്ഷേ നമ്മളെ കൊണ്ട് ഇതാവാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഒരു ഇത് കുട്ടികളുടെ സിറ്റുവേഷൻ വെച്ചിട്ട് അവൾക്കൊന്നും. പിന്നെ അവള് എന്താ പറയുക, അവൾക്ക് മീനൂട്ടിക്ക് തിങ്കളാഴ്ച ലാസ്റ്റ് എക്സാം ആയിരുന്നല്ലോ മിനിമ. തിങ്കളാഴ്ച ലാസ്റ്റ് എക്സാം ആയിരുന്നു, 4th സ്റ്റാൻഡേർഡിൻ്റെ. അങ്ങനെ കഴിഞ്ഞു. അന്ന് തന്നെ സ്കൂളിലോട്ട് കുട്ടികൾക്ക് ചോക്ലേറ്റും മിസ്സിനൊക്കെ ചോക്ലേറ്റ് കൊണ്ട് കൊടുത്തു കേട്ടോ.
അങ്ങനെ പോകുന്നു, അത്രയേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. ഇപ്പോൾ ലീവാണ്, 10 days ലീവാണ്. അത് കഴിഞ്ഞാൽ ഇനി 24th റിസൾട്ട് കഴിഞ്ഞാൽ വീണ്ടും ഇവർക്ക് April 3 ക്ലാസ് ഓപ്പൺ ആണ്. 5th ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അതിനുശേഷം പിന്നെ ലീവ് എടുത്തുള്ളൂ അല്ലേ? അങ്ങനെയൊക്കെ പറയാലോ നമ്മുടെ ആ ഒരു സിറ്റുവേഷനും. നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും, നമ്മുടെ പഴയ ഒരു വീഡിയോയിലുള്ള ഇറങ്ങി നമ്മുടെ പുതിയ വീഡിയോകൾ നോക്കിക്കഴിഞ്ഞാൽ ശ്രദ്ധിച്ചാൽ നമുക്ക് പറ്റും. അതിൽ നമുക്ക് പറ്റില്ല, അതുകൊണ്ടാണ്. പിന്നെ രേണുമ ക്യാമറ മുന്നിൽ വരാത്തത് വേറെ ഒന്നുമല്ല, അത് കുളിച്ചിട്ടില്ല. അതെ രേണുമ ക്യാമറ മുന്നിൽ വരാത്തത് എന്തുകൊണ്ടാണ്? കുളിക്കാണ്ട് തന്നെയാണ്. ഓക്കെ, ഒന്നും കുളിക്കില്ല, വെറുതെ പറയാട്ടോ. അപ്പോൾ ഓക്കെ, വിഷ് ചെയ്ത എല്ലാവർക്കും, അപ്പോൾ ഒരുപാട് പേര് വിഷ് ചെയ്തിട്ടുണ്ട്. വിഷ് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദി. ഇല്ല അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ബ്ലെസ്സിങ്സ് എന്നും മീനുകുട്ടിക്ക് ഉണ്ടാവണം. എന്താ പറയുക, ഒരുപാട് പേര് സ്നേഹിക്കാനുണ്ടെന്ന് നമുക്കറിയാം. എന്നാലും എവിടെയൊക്കെയോ കുഞ്ഞു വിഷമങ്ങളും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഓക്കെ, അപ്പോൾ എന്താ പറയുക, എല്ലാവർക്കും ഒത്തിരി നന്ദിയിൽ ഒത്തിരി സ്നേഹമുണ്ട്, ഒത്തിരി സ്നേഹം. അതേപോലെ തന്നെ ബിജു ബ്രോ ഒരിക്കൽ കൂടി ഒരുപാട് നന്ദി. അപ്പോൾ ഓക്കെ, കത്തി വിട്ടോളൂ. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ലവ് യു, സെലിബ്രിറ്റീസ്.